ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. കുറച്ച് നാൾ വീഡിയോസ് ഒന്നും ഇടാൻ സാധിച്ചിരുന്നില്ല, ബിസിനസ് തിരക്ക് കാരണമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. ഈ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് മാസ്റ്റർ ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുന്ന സമയത്ത് ആളൊന്നും അറിയാത്ത രീതിയിലാണ് ആൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ആൾക്ക് ഇതുവരെ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് കാണാം 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നല്ല വേദനാജനകമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ഇതൊന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ് ആൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾക്കത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഈ ഒരു സമയത്ത് ആൾക്ക് നല്ല രീതിയിൽ സ്നേഹം കാണുന്നുണ്ട് കേട്ടോ. നല്ല സ്നേഹമുണ്ട്, ഇപ്പോഴും ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് ആൾ ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ ആക്ഷൻ എടുക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നല്ല വാശിയാണ് ആൾക്ക്. ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഈഗോ കുറച്ച് കൂടുതലാണ്. ഭയങ്കരമായിട്ട് ആൾ എന്താ പറയുക, ആൾ ഒരു തരം ശാഠ്യക്കാരനാണ്, അല്ലെങ്കിൽ ശാഠ്യക്കാരിയാണ്. ആ ഒരു സ്വഭാവമാണ്. ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കാം. ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് പിണങ്ങുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടാവാം. അവരെന്താണോ പറയുന്നത് അവരുടെ ഭാഗം ശരിയാക്കി വെക്കുന്ന ഒരു സ്വഭാവമാണ്. അതായത് എന്തു പറഞ്ഞാലും അവരാണ് ശരി, അവരുടെ ഭാഗത്താണ് ശരി. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അങ്ങനെ വിട്ട് വീഴ്ചയ്ക്ക് തയ്യാറായ ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നില്ല. എങ്കിലും എന്നിട്ട് പോലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു ആക്ഷൻ വേണമെന്നാണ് ആൾ ചിന്തിക്കുന്നത്. ഇവിടെ 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഷോർട്സാണ് കേട്ടോ, സോറി, 9 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി മറ്റ് കാര്യത്തെ ഭയക്കുന്ന, അല്ലെ ഏതോ ഒരു സിറ്റുവേഷൻ ആൾ ഭയക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, വേറൊരു വ്യക്തി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. ആൾക്കൊരു ഭയം ആളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അത് കാരണമാണ് ആൾക്ക് അതൊരു ഭാരം പോലെ തോന്നണമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. എന്തോ ഒരു കഷ്ടപ്പാട് ആണ്. ഒരിക്കലും പറ്റുമോ പറ്റില്ലേ എന്നുള്ള ഒരു മൈൻഡ് ആൾക്കുണ്ട്. ഒരു പറ്റുമോ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ആളെന്തോ ഒന്നിനെ ഭയക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആൾ നിങ്ങളുടെ കാര്യത്തിൽ. എങ്കിലും അവിടെ ആൾക്കൊരു എന്തോ ഒരു ഭാരം പോലെയാണ്. അത് എന്തോ ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ കേട്ടോ ആൾ. എങ്കിലും അതിനുവേണ്ടി 7 ഓഫ് വാൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കേണ്ടി വന്നാൽ ഈ വ്യക്തിക്ക് പലരോടും മത്സരിക്കേണ്ടി വരും. അതൊന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പലരോടും മത്സരിക്കേണ്ടി വരും. അതിപ്പോൾ ആക്ഷൻ ആയാലും മാരേജിലേക്കായാലും എന്ത് കാര്യത്തിനായാലും ശരി, നിങ്ങളുടെ ഭാഗത്ത് നിന്നാൽ അതാണ് അതുകൊണ്ടാണ് ആൾക്കൊരു ഭയം വരുന്നത് നിങ്ങളുടെ കാര്യത്തിൽ. ആളത് ചിന്തിക്കുന്നുണ്ട്. പലരോടും മത്സരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പെൻഡിക്കിൾസ് ആണ്. അപ്പോൾ ആൾ ഈ ഒരു സമയത്ത്
ആളുടെ കരിയറിലും ആൾക്ക് ഫോക്കസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അവരുടെ സിറ്റുവേഷനിൽ അവരുടെ എന്ത് അവസ്ഥയ്ക്കൂടെ ആയാലും ശരി, ആൾ ആ ഒരു സിറ്റുവേഷനിലും ആളിപ്പോൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. എന്തോ ഫിനാൻസ് സംബന്ധമായ കാര്യം ഈ വ്യക്തിക്കിടയിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു അതും ഒരു കാരണമാവാം കേട്ടോ. അതുകൊണ്ടും ചില സാഹചര്യത്തിൽ ഭയം വന്നേക്കാം. ഒരു ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു കാര്യം ഈ വ്യക്തിയെ ബാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയതിനും നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചതിനും നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന സ്നേഹമൊന്നും ഈ വ്യക്തി തരാതിരിക്കുന്നതിലും ഈ വ്യക്തിക്ക് അത് ആൾക്ക് ഹേർട്ടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആൾ ചിന്തിക്കുകയാണ് ഇതിലൊരു മാറ്റം വരുത്തണമെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത്. കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം തന്നെ കിട്ടിയത് ആ 3 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ് മാസ്റ്റർ ഡെക്ക്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിക്കുമ്പോഴും ഈ വ്യക്തി മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കേണ്ട ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് വരുന്നതായിട്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആള് ഇതിലൊരു ബാലൻസ് വേണമെന്ന് ആള് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു കുറ്റബോധം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. കാരണം നിങ്ങളോട് ഇത്രയും ചെയ്തിട്ട് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ വേണമെന്ന് വിചാരിക്കുന്നത് കൊണ്ടായിരിക്കാം. കാരണം ഇത്രയ്ക്കും നിങ്ങളെ വേദനിപ്പിച്ച് മാറി നിന്നിട്ട് നിങ്ങളെ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ വേണ്ടാന്ന് വെച്ചതായിരിക്കാം, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളോട് പിണങ്ങിപ്പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഇതിനിടയ്ക്ക് കയറി വന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിന് ഉണ്ടാവാം കേട്ടോ. കാരണം ഇവിടെ 3 ഓഫ് ഷോട്ട്സ് ഉണ്ട്. ഏതോ ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളതല്ല, കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. അതിൽ കുറച്ച് പേർക്കാണ് ഇതൊരു സിറ്റുവേഷനായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാറിപ്പോയൊരു വ്യക്തിയാണ്. ഒരു കൂസലും ഇല്ലാണ്ട് മാറി നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. പക്ഷേ ആൾക്കിപ്പോൾ അതൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നത് കൊണ്ടായിരിക്കും ആൾക്ക് ഒരുപാട് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആള് ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതിലൊരു തീരുമാനം വേണം. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ആൾക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാ. നിങ്ങളെ ആൾ വിട്ടുമാറിയിട്ടും ആൾ നിങ്ങളെ മാക്സിമം ആൾ നോക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഫുൾ കാർഡാണ്. നിങ്ങളെ മറന്ന് ജീവിക്കാനൊക്കെ ആൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ പോയിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ മറന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ആൾ ഹാപ്പി കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ടും ആൾക്കത് പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആൾ നിങ്ങളെ ഒരിക്കലും വിട്ടുമാറി നിൽക്കാനോ നിങ്ങളെ ഒഴിവാക്കാനോ ആൾക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ എത്താനുള്ള ഒരു ശ്രമം ആൾ തുടങ്ങി വെച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യത്തിൽ. കേസ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആളൊരു ആക്ഷൻ എടുക്കും കേട്ടോ. ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ ആൾ ആക്ഷൻ എടുക്കും. നിങ്ങളുടെ വ്യക്തി ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നഷ്ടബോധം, ആൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് തന്നെ ആളുടെ ലൈഫ് തന്നെ അതൊരു എന്ത് പറയാം, വല്ലാത്തൊരു നഷ്ടബോധത്തിലാണ് പോയിരിക്കുന്നത്. നിങ്ങളെ വേണ്ടെന്ന് വെച്ചതായിരിക്കാം, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതായിരിക്കാം. അപ്പോൾ അത് ആളെ സംബന്ധിച്ച് ആളുടെ കരിയറിനെ ബാധിക്കുന്നുണ്ട്, ആളുടെ സിറ്റുവേഷനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വേണ്ടെന്ന് വെച്ച വ്യക്തിയാണെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ ആൾ പോയിരിക്കുന്നത് അവിടെ ഒരു സമാധാനം ആൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെ തന്നെ ഓർക്കുമ്പോഴാണ് ആൾക്ക് കൂടുതലും സന്തോഷം ഒക്കെ വരുന്നത്. നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ്. ഇവിടെ ജസ്റ്റിസാണ്. ആളിപ്പോൾ ഒരു ആൾ ചെയ്തു പോയ തെറ്റിന് നീതി വേണമെന്ന് ആളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് യൂണിവേഴ്സിനോട്. ഇതാണ് കാണുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, ഈ ചാരിയറ്റാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരും. നിങ്ങളുടെ വ്യക്തി ആൾ തിരിച്ചു വരാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. ജസ്റ്റിസാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോവില്ല. ആ ഒരു അതാണ് ആൾക്കൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് നീതി കൊടുക്കും. ഇത്രയും ചെയ്ത തെറ്റിന്, അല്ലെങ്കിൽ ഇത് കുറച്ച് പേർക്ക് മാത്രമുള്ളതാണ് കേട്ടോ. ഒരു വ്യക്തി വേറൊരു വ്യക്തി, അതായത് നിങ്ങൾക്കിടയിൽ 3 ഓഫ് ഷോർട്സ് വന്നിട്ടുണ്ട്. മൂന്നാമതൊരു വ്യക്തിയാണ് ഇതിന് കാരണം. കയറി വന്നത് കൊണ്ടാണ് ഈ വ്യക്തി മാറിപ്പോയത് തന്നെ കേട്ടോ. പിന്നൊന്നെന്ന് വെച്ചാൽ അതൊരു സിറ്റുവേഷനോ ആവാം കേട്ടോ. വ്യക്തിയോ അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷനോ. അപ്പോൾ എങ്ങനെ ആയാലും ശരി, സിറ്റുവേഷൻ ആയാലും നിങ്ങളെ വേണ്ടാന്ന് വെച്ചത് തെറ്റ് തന്നെയല്ലേ.
ഇത്രയും സ്നേഹിച്ചിട്ട് ഒരു സമയത്ത് നിങ്ങളെ കളഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് നീതി കൊടുക്കും എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ചേരിയട്ട വന്നിരിക്കുന്ന ആൾ ഇതൊരു നിങ്ങൾ സംസാരിച്ചിട്ട് ഇതിനൊരു ക്ലാരിറ്റിയുമായിട്ട് ആൾ വരും. എന്താണ് ആൾക്കിടയിൽ സംഭവിച്ചത് അത് നിങ്ങൾ തമ്മിൽ എന്താ പറയുക, സംസാരത്തിലൂടെ അതിനൊരു ക്ലാരിറ്റി ഉറപ്പ് വരുത്താനായിട്ട് തന്നെയാണ് ആളുടെ ശ്രമം. വെറുതെ വരുന്നതല്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒരു ക്ലാരിറ്റി തരാൻ തന്നെയാണ് ആളുടെ ശ്രമം കേട്ടോ. അപ്പോൾ വെറുതെ വന്നാൽ ഇതൊരു ജസ്റ്റിസ് ഇവിടെ വന്നിരിക്കുന്നത്, അതായത് നീതി നിങ്ങൾ കൊടുക്കില്ല. എത്രയൊക്കെ വേദനിച്ചാലും ഇതിനൊരു മറുപടി ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഇവിടെ നിങ്ങൾ നീതി കൊടുക്കണമെങ്കിൽ ഇവിടെ ചാരിയട്ട വന്നിരിക്കുന്നത് ആൾ സത്യം പറയണം നിങ്ങളടുത്ത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആൾക്ക് നീതി കൊടുക്കുമെന്ന് ആൾ വിശ്വസിക്കുന്നു. അതുമായിട്ട് ആൾ നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആൾ സത്യം പറയാതെ നിങ്ങൾ ആൾക്ക് ജസ്റ്റിസ് കൊടുക്കില്ല, നീതി കൊടുക്കില്ല. അപ്പോൾ ആൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത്, അതുപോലെ യൂണിവേഴ്സിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നതുമായിട്ട് കാണുന്നുണ്ട് നമുക്കിവിടെ. അത് തന്നെയാണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ഈ ഒരു സമയത്ത്. ആളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്തയാണ് കൂടുതലും ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആൾ ഒരു ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ വന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇത് കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ശരി, ഈ ഒരു വ്യക്തി മാറാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം ഈ വ്യക്തിയിൽ വന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളടുത്ത് സോറി പറയും, ചെയ്ത തെറ്റ് സമ്മതിച്ച് തരും കേട്ടോ. എന്താണോ ആൾക്ക് ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചത് അത് നിങ്ങളടുത്ത് വന്ന് ക്ലിയർ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. നമുക്ക് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം. പൂരുരുട്ടാതി ലെറ്റർ പി ആണ്, ലെറ്റർ യു, ഓഗസ്റ്റ് ലെറ്റർ ഒ, റെഡ് കളർ, സെപ്റ്റംബർ, ഉത്രാടം, മലപ്പുറം, ഭരണി നക്ഷത്രം, ലെറ്റർ എം ആണ് വന്നിരിക്കുന്നത്, ലോങ് ഹെയർ, ടൈലറിങ്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, ലോയർ ആയിരിക്കാം, പിങ്ക് കളർ, ഉത്രുട്ടാതി, എഫ് ആണ് 14, ലെറ്റർ വി, മൂലം നക്ഷത്രം, ലെറ്റർ എൽ, മെയ് മാസം 24, എറണാകുളം, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്